أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي كلت حيلتي أدركني يا رسول الله. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, രക്ഷിതാക്കളെ, വാത്സല്യനിധികളായ മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാവർക്കും സുഖമാണെന്ന് കരുതി സന്തോഷിക്കുന്നു. എല്ലാവർക്കും അല്ലാഹു ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. സന്തോഷവും സമാധാനവും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മുത്തുമോമിനീങ്ങളെ, ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ഞാൻ ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുവാൻ വേണ്ടിയാണ്. അതുപോലെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ബന്ധുക്കളിലേക്ക്, കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും അല്ലാഹു സ്വാലിഹത്തായ അമാലുകളുടെ കൂട്ടത്തിൽ ചേർത്ത് തരുമാറാവട്ടെ. പരിശുദ്ധമായ ഖുർആനിലെ ആയത്തുകളാണ്, സൂറത്തുകളെക്കുറിച്ചാണ് ഞാൻ ചർച്ച ചെയ്യുന്നത്. ഖുർആനിക ചികിത്സ, ഈ ഖുർആനിൻ്റെ ആയത്തുകളെ കൊണ്ടുള്ള ചികിത്സ, ഓരോ രോഗങ്ങൾക്കും ഉള്ള ചികിത്സകളും പ്രതിവിധികളുമാണ് ഞാൻ പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല ഇതുപോലെ നമുക്ക് ഈ പറയുന്ന രോഗങ്ങളോ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ ഓതാൻ ശ്രമിക്കുക, ജീവിതത്തിൽ പകർത്തുക. അല്ലാഹു സുബ്ഹാനഹു തആല എനിക്കും നിങ്ങൾക്കും തൗഫീഖ് ചെയ്യുമാറാവട്ടെ. നമ്മൾ അൻആം സൂറത്തിൻ്റെ മഹത്വങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. അള്ളാഹുവിൻ്റെ കാവൽ ലഭിക്കാനുള്ള, അതുപോലെ പ്രത്യേക ഹാജത്തിന് വേണ്ടി, ബുദ്ധിക്കും ഐശ്വര്യത്തിനും വേണ്ടി, ദേഷ്യവും ദാഹവും തീരാൻ ഉള്ള ആയത്തുകളെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നു. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആയത്തുകൾ നിങ്ങൾ ഓതുക. അതുപോലെ ഇനി പറയുന്നത് നമുക്കൊക്കെ ഉണ്ടാകുന്ന രോഗങ്ങൾ, അതുപോലെ വേദനകൾ, വിഷമങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. അതുപോലെ ന്യൂമോണിയ പോലത്തെ രോഗങ്ങൾ, നെഞ്ചുവേദന, ഇതൊക്കെ ഉള്ള ആളുകളുണ്ടെങ്കിൽ അൻആം സൂറത്തിലെ 17-18 ആയത്തുകൾ പേപ്പറിൽ എഴുതി ധരിച്ചാൽ ന്യൂമോണിയയും നെഞ്ചുവേദനയും മാറിക്കിട്ടുമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ മനോവേദന മാറിക്കിട്ടാൻ ഇതേ ആയത്തുകൾ തന്നെ 7 പ്രാവശ്യം ഓതിയാൽ വേദനകൾ മാറിക്കിട്ടും എന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളവർ അതിനുള്ള പരിഹാരത്തിന് വേണ്ടി അൻആം സൂറത്തിലെ 60, 61, 62 ആയത്തുകൾ എഴുതി തലയിണക്കടിയിൽ വെച്ച് അതിന്മേൽ തലവെച്ച് കിടന്ന് പ്രശ്നങ്ങൾ മാറിക്കിട്ടുമെന്നും മഹാന്മാർ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ കടൽക്ഷോഭത്തിന് എന്താണ് 63, 64 വചനങ്ങളെ പേപ്പറിൽ എഴുതി കടലിൽ എറിയുക. ഇതൊക്കെ മഹാന്മാർ രേഖപ്പെടുത്തിയതാണ്. അതുപോലെ ശരിയായ വഴി
കാണാൻ 76, 77, 78, 79, 80 എന്നീ വചനങ്ങൾ ആയത്തുകളെ വെള്ളപ്പിഞ്ഞാണത്തിൽ എഴുതി തിളപ്പിച്ച വെള്ളം കൊണ്ട് മായ്ച്ച് കുടിച്ചാൽ ഏത് പ്രശ്നത്തിനും പരിഹാരം കാണാമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ചെയ്യേണ്ട രീതികൾ എങ്ങനെയാണോ അതിനൊക്കെ വേണ്ടി നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാം. നമ്പർ യൂട്യൂബിലുണ്ട്. കാറ്റിൻ്റെ വേഗത കുറയാൻ 103-ാം വചനത്തെ കാറ്റ് വർദ്ധിക്കുമ്പോൾ ഓതിയാൽ വേഗത കുറയുമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെയൊക്കെ ഈ ആയത്തിൻ്റെ നെക്സ് അതത് എഴുതി കെട്ടിയാൽ സകല ആപത്തുകളിൽ നിന്നും രക്ഷ കിട്ടും എന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യാൻ മറന്നു പോകരുത്. വീഡിയോ അവസാനം വരെ കാണാൻ നിങ്ങൾ ശ്രമിക്കുക. ആയത്തുകളും ഇതൊക്കെ വീഡിയോസിൻ്റെ അവസാനം ഞാൻ കൊടുക്കുന്നുണ്ട്. ആയത്തുകളൊക്കെ ഓതുമ്പോൾ വീഡിയോസിൻ്റെ ലെങ്ത്ത് കൂടും. അതുകൊണ്ടാണ് വീഡിയോസ് ചുരുക്കിയാണ് പറയുന്നത്. അതിനു വേണ്ടിയാണ് ആയത്തുകൾ ഓതാത്തത്. ആയത്തുകൾ വീഡിയോസിൻ്റെ അവസാനം നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് നോക്കി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും നിങ്ങൾക്ക് വാട്സപ്പിലോ അല്ലെങ്കിൽ കമൻറ്റിലൂടെയൊക്കെ ചോദിക്കുക. നമ്മൾ പറഞ്ഞു തരും ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ ഹലാലായ ഉദ്ദേശങ്ങൾ മുറാദുകൾ അല്ലാഹു പൂർത്തിയാക്കി കൊടുക്കുമാറാവട്ടെ. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ കടങ്ങൾ അല്ലാഹു എത്രയും പെട്ടെന്ന് വീട്ടുവാനുള്ള വഴികൾ അല്ലാഹു തുറന്നു കൊടുക്കുമാറാവട്ടെ. രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അവിടെ രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. വീടും പറമ്പും വിൽപ്പന ചെയ്ത് ചികിത്സിക്കുന്ന ഒരു രോഗവും അല്ലാഹു നമുക്ക് നൽകാതിരിക്കട്ടെ. അതുപോലെ തന്നെ മക്കളില്ലാത്തവർക്ക് അല്ലാഹു സ്വാലിഹത്തായ മക്കളെ അല്ലാഹു നൽകുമാറാവട്ടെ. ഉള്ള മക്കളെ അല്ലാഹു സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ചേർത്തി തരുമാറാവട്ടെ. വിവാഹപ്രായമെത്തിയ യുവതി യുവാക്കന്മാർക്ക് അനുയോജ്യമായ ഇണകൾ അല്ലാഹു നൽകുമാറാവട്ടെ. വിദേശത്തും സ്വദേശത്തും കച്ചവടം ചെയ്യുന്ന ഒരുപാട് സഹോദരന്മാർ, അവിടെയൊക്കെ കച്ചവടത്തിൽ അല്ലാഹു ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ നാടുകളിലൊക്കെ തൊഴിൽ ചെയ്യുന്ന ഒരുപാട് ചെറുപ്പക്കാർ പലരും, എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു തആല ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. അവരുടെ വീടുകളിൽ അല്ലാഹു ഖൈറും ബർക്കത്തും സന്തോഷവും സമാധാനവും അല്ലാഹു നൽകുമാറാവട്ടെ. മുഅ്മിനീങ്ങളുടെ ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.